ചേച്ചി 10 വർഷമായിട്ട് ആരെയോ കാത്തിരിക്കുന്നുണ്ടോ? ഞാനോ? ആ യെസ്, 10 വർഷമല്ല, ഒരു 20 വർഷമായിട്ട് കാത്തിരിക്കുന്നു. സത്യസന്ധമായിട്ട് ഇന്ന് ക്രിസ്മസ് ആട്ടോ, സിംഗിൾ ഓർ കമ്മിറ്റഡ്? ഇത് നിങ്ങൾ വല്ല ഫ്രണ്ട്സിനെ വിളിച്ചിരുന്ന് ചോദിക്കേണ്ടതാണ്. ഷെയർ ചെയ്യാറില്ല. ചേച്ചിക്ക് ഏറ്റവും പേടിയുള്ളത്? ചേച്ചി പറ. കുറേ ഉണ്ട്, എല്ലാത്തിലും കുറേശ്ശെ പേടിയുണ്ട്. ചേച്ചിയുടെ ഫേവറേറ്റ് ആക്ടർ? അതൊക്കെ പ്രശ്നമുള്ള കേസാ കൊച്ചേ. അമ്മയാണ് ഇപ്പൊ മുന്നില് കണ്ട. മുന്നിലല്ല എല്ലാ കാര്യത്തിലും ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ സ്കൂളിൽ മൊത്തം മുട്ടയായിരുന്നു, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫേവറേറ്റ് ആക്ടർ? വിജയ്. ഓ, സിനിമയിൽ വന്ന സമയത്ത് തൊട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പൊ അത് ചിലപ്പോ ഒരു 100-120 മേളിലൊക്കെ അയക്കുന്ന സ്ഥാപനങ്ങളാണ്. അതിലൊരു 10-30-40 ഞാൻ തന്നെ ആയിരിക്കും ചെയ്തത്. അയ്യോ, ഇത് കേട്ട എല്ലാരും ചിരിക്കും. എടി വാടി പോടി. ശങ്കളാണ് തോറ്റു പോയത് ഈ ഗെയിമിൽ, ആന്റിയാണ് ജയിച്ചത്. അത് കുഴപ്പമില്ല, അത് എപ്പോഴും നോക്കുന്നല്ല. അതുകൊണ്ട് തെലുങ്ക് ഓഡിയൻസിന്റെ ഒരു എന്താ പറയാ, ഒരു സിനിമയെ കാണുന്ന രീതി ടോട്ടലി ഡിഫറെന്റ് ആണ്. അവർക്ക് ഭയങ്കര ഒരു ഭ്രാന്ത് പോലെയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അവര് സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് അത്ര ഇഷ്ടമാണ്. ഡാഡിക്ക് അവളുടെ ലോകമാണ്, ഡാഡിയുടെ ലോകം. ഒറ്റ മോളല്ലേ? അതിന്റെ ഒന്നും അല്ല, ഡാഡിക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. എന്നാ കുഴപ്പമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ശോഭനമായ ഒരു IT കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം? എന്നാൽ എക്സ്പേർട്സ് ലാബിലൂടെ നിങ്ങളുടെ IT കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യൂ. ടോപ്പ് IT കമ്പനിയിൽ പ്ലേസ്മെന്റ് ആകുന്നതുവരെ സ്റ്റൈപ്പൻഡോടുകൂടി ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യാം. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അല്ല, വാഗ്ദാനമാണ് ഞങ്ങൾ നൽകുന്നത്. നിങ്ങളെ 3 നേരം ഞാൻ ഒരു ചെറിയൊരു ഗെയിമിലേക്ക് കൊണ്ട്, കുട്ടി ടാസ്ക് ആണ്. അപ്പൊ പ്രോപ്പർട്ടി തന്നോളൂ. അപ്പൊ നമ്മളൊരു ചെറിയൊരു ടാസ്ക് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഹൂ നോസ് മീ ബെറ്റർ? ചേച്ചിനെ ആന്റിക്കാണോ അങ്കിളിനാണോ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതെന്ന് ഞാനിപ്പോ ചെക്ക് ചെയ്യാൻ പോവാ. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന്റെ ഉത്തരം എഴുതുക, പറയല്ലോ കേട്ടോ. അപ്പൊ ചേച്ചി ഉത്തരം പറയും, അതിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരാണോ കറക്റ്റ് ചെയ്തേക്കണം അവർക്ക് ഒരു പോയിന്റ്. അപ്പൊ ചേച്ചിനെ ആർക്കാ നന്നായിട്ട് അറിയാവുന്നതെന്ന് നോക്കാം. ചേച്ചിയുടെ എക്സ്പെക്ടേഷനില് ആരായിരിക്കും ചേച്ചിനെ ഏറ്റവും കൂടുതൽ? ഇല്ല, തമ്മിൽ തെളിയിക്കില്ല. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാണേ, ഒന്നും ഒച്ചത്തിൽ പറയല്ലോ കേട്ടോ. ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം? മിണ്ടരുത്. എഴുതാനാ? എഴുതിക്കോ. എഴുതണം. ഓക്കെ, ചേച്ചി നോക്കല്ലോ കേട്ടോ, ചേച്ചി നേരെ നോക്കിയെന്നോ. ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ്. പപ്പ ആലോചിച്ചോണ്ടിരിക്കുക. ഇവിടെ അമ്മ എഴുതി കഴിഞ്ഞു. 2 തോന്നുകയാണെങ്കിൽ കോമ ഇട്ടിട്ട് ഒരെണ്ണം കൂടെ എഴുതിക്കോ, കുഴപ്പമില്ല. അപ്പൊ അമ്മയ്ക്ക് വേറെ നോക്കല്ലേ. അമ്മ ചേച്ചിനെ കാണിക്കല്ലോ കേട്ടോ. ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെ, അങ്കിൾ എന്താ എഴുതിയേക്കണേ? പറഞ്ഞോ. പഴങ്ങൾ. ഓക്കെ, ആന്റിയോ? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ഏതാണ്? എനിക്കിതെല്ലാം ഇഷ്ടമാണ്, രണ്ടും ഇഷ്ടമാണ്. കൂടുതൽ കഴിക്കുന്നത് ഇത് രണ്ടാണ്. ഇത് ആദ്യം ചേച്ചിയോടായിരുന്നു ചോദിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, അപ്പൊ ഇത് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇല്ല, അത് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെയും കറക്റ്റ് ആണ്. പഴങ്ങൾ, വെജിറ്റബിൾസ് എന്നാണ്. അപ്പൊ ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ചേച്ചിയുടെ ലക്കി നമ്പർ? അയ്യോ, അങ്ങനെ നമ്പർ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് നമ്പർ ചേച്ചി എന്തെങ്കിലും ചൂസ് ചെയ്യുമ്പോൾ? ഉണ്ട്, ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞേ. ഒരു നമ്പർ ഇപ്പൊ വണ്ടി മേടിക്കുമ്പോഴൊക്കെ ചേച്ചി ഇപ്പൊ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ഇവരോട് പറഞ്ഞിട്ടില്ല എപ്പോഴെങ്കിലൊക്കെ? അന്ന് ഊഹം വെച്ചങ്ങ് എഴുതിക്കോ. അങ്ങ് അയ്യോ, എഴുതിക്കോ, ഏതെങ്കിലും നമ്പർ എഴുതിക്കോ, ചിലപ്പോ കറക്റ്റ് ആയാലോ. ചേച്ചി നോക്കലു. എഴുതിയോ? എഴുതി കഴിഞ്ഞു. ഓക്കെ, ചേച്ചി പറ. 5. 5 എവിടുന്നാ 8 കിട്ടിയേ? അമ്മ കറക്റ്റാ. അമ്മ 5 എഴുതി. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് 2 പോയിന്റ്, പപ്പയ്ക്ക് 1. ഓക്കെ, ഇപ്പോഴും ഞാൻ ജയിച്ചു നിൽക്കണം. അതെ. ഓക്കെ, ഇപ്പൊ അങ്ങനെ പറയാം, ഞാൻ ഭാര്യക്ക് വേണ്ടി വിട്ടുകൊടുക്കാന്നൊക്കെ. 8 നമ്മുടെ എല്ലാ കാര്യങ്ങളുടെ അവസാനം 8 വരുന്നത്. വണ്ടി മേടിച്ച അവസാനം അതിന്റെ അത് 8 ആയിരിക്കും, വീടിന്റെ 8 ആയിരിക്കും. മിക്കവാറും ഒരു ഭാഗ്യ നമ്പർ 8 ആണ്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്താണ് അങ്ങനെ. ഓക്കെ, ചേച്ചി ചെയ്തതില് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ? ചേച്ചി
കുറച്ച് അധികം പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ അത് അറിയാൻ വേണ്ടിയില്ല, ചേച്ചി ഇല്ല കാരണം അങ്ങനെ സംസാരിച്ചിട്ടില്ല അതിനെ പറ്റി. സംസാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ ചേച്ചി, സിംഗിൾ ഓർ കമ്മിറ്റഡ്? സത്യസന്ധമായിട്ട് ഇന്ന് ക്രിസ്മസ് ആട്ടോ. സിംഗിൾ ഓർ കമ്മിറ്റഡ്? സിംഗിള്. കമ്മിറ്റഡ് ആയിരുന്ന ഞങ്ങൾ രക്ഷപ്പെട്ടേനെ. അയ്യോ, അച്ഛനത് ഉറപ്പില്ലാത്തോണ്ട് എഴുതുന്നില്ല. ഓഹോ, പപ്പയ്ക്ക് ഉറപ്പില്ല അല്ലേ? എന്താ അപ്പൊ ഉത്തരം? അല്ല ചേച്ചി സിംഗിൾ. ഓക്കെ, അമ്മ സിംഗിൾ എന്ന് എഴുതിയേക്കുന്നു. പപ്പയ്ക്ക് എന്തോ പറയാനുണ്ടല്ലോ? ഒന്നും പറയാനില്ല. പപ്പ അതിനെ പറ്റി അടുത്ത ക്രിസ്മസിന് ഡബിൾ അയച്ച മതി. അതെ, ഓ ദേ ചേച്ചി വളരെ ആകാംക്ഷയോടെ വായിക്കുക. അത് കാണാതിരിക്കാൻ. ഓക്കെ, ചേച്ചിയുടെ ചൈൽഡ്ഹുഡ് ക്രഷ് എഴുതാം, അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ചേച്ചിക്കുള്ള ക്രഷ്. ഇത് നിങ്ങൾ വല്ല ഫ്രണ്ട്സിനെ വിളിച്ചിരുന്ന് ചോദിക്കേണ്ടതാണ്. ഷെയർ ചെയ്യാറില്ല. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ എഴുത് പറയല്ലോ കേട്ടോ. ചേച്ചിയുടെ ഫേവറേറ്റ് ആക്ടർ. ഞാൻ പറഞ്ഞ് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു കേട്ട് ചിലപ്പോ അതൊക്കെ പ്രശ്നമുള്ള കേസാ കൊച്ചേ. ഡാഡിക്ക് അതൊന്നും അറിയില്ല. ഡാഡിക്ക് സിനിമ താല്പര്യം ഇല്ലാത്ത ആളാ. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. ഉത്തരം എഴുതണം, എന്തെങ്കിലും എഴുത്. ഫേവറേറ്റ് ആക്ടർ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എനിക്ക് അറിയത്തില്ല. ഡാഡി സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളേ അല്ല. അല്ല ചേച്ചി പറ ഫേവറേറ്റ്. വിജയ്. എഴുതി. ഓ, അമ്മയാണ് ഇപ്പൊ മുന്നില് കണ്ട. മുന്നിലല്ല, എല്ലാ കാര്യത്തിലും ഞാനാ നിക്കണത്. എന്നിട്ട് ഇവളുടെ ഓക്കെ, ഇത് പപ്പ പറഞ്ഞല്ലോ ഞാൻ ഇവരെ രണ്ടുപേരും അങ്ങനെയൊന്നുമില്ല, ചുമ്മാ തമാശ. ഓക്കെ, ചേച്ചി നൈറ്റ് പേഴ്സൺ ആണോ ഡേ പേഴ്സൺ ആണോ? നൈറ്റ് പേഴ്സൺ. ഉത്തരം പറഞ്ഞല്ലോ. പറയട്ടെ. എഴുത്. ഇപ്പൊ പപ്പയ്ക്ക് കിട്ടി കാണും. ഞാനും അത് തന്നെ എഴുതാൻ പോവാ. ഓക്കെ, ചേച്ചി എന്താ ആൻസർ? നൈറ്റ്. ഓക്കെ, രണ്ടുപേർക്കും പോയിന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ എഴുന്നേക്കുമ്പോഴേ എന്റെ ഡേ പകുതി കഴിയും. ഓക്കെ, അല്ലെങ്കിൽ സ്കൂൾ മൊത്തം മുട്ടയായിരുന്നു, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരടി ചോദിച്ചോ. അയ്യോ, അതാർക്കടി? എനിക്ക് വേറെ ആർക്കാ? അമ്മയെ മതിരാടിന്ന് അങ്ങനെയൊക്കെ ഡാഡിയുടെ കാര്യം പറയാ. ഡാഡി അത് കറക്റ്റ്. അമ്മയ്ക്ക് ഇവിടെ സങ്കടമായി എന്റെ കൊച്ചിനെ പറ്റി അങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ. അങ്ങനെയല്ല, നമ്മളെ എന്നാ പറഞ്ഞാലും പറഞ്ഞില്ലേലും തെറി തന്നെ ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ. അപ്പൊ പിന്നെ നമ്മളോട് ഒരു പൊട്ടത്തരം പറയണ്ടാണല്ലോ. അല്ല, ഞാൻ പറയുന്നത് എന്ത്. ചേച്ചിയുടെ ഡ്രീം പ്ലേസ് എപ്പോഴെങ്കിലും ചേച്ചിക്ക് ആ ഒരു കൺട്രിയിൽ പോണെന്നോ? അറിയത്തില്ല. ഞാൻ എഴുതാവേ. ചേച്ചി നോക്കല്ലേ, എഴുതിക്കോ. അറിയില്ലെങ്കിൽ ചേച്ചി ഇനി അറിയത്തില്ല എന്ന് പറയരുത് കേട്ടോ. അവര് എഴുതട്ടെ, എഴുത്. ഡ്രീം അങ്ങനെയൊന്നും ഇല്ല വളമോ, സ്വന്തം വീട്. ഒരു കൺട്രി ഇല്ല, മറൈൻ ഡ്രൈവ്. ഇപ്പൊ ഇത് മതി. വീടുണ്ടോന്നോ അവിടെ ഒരു കാര്യം. പക്ഷെ എന്താന്നറിയാമോ, കൺട്രി വരാതെ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷനില് ഇതൊന്നും അങ്ങനെ വരാറില്ല. ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരാറില്ല. അതാണ് അതിന്റെ ഉത്തരം കിട്ടാത്തത്. ഇപ്പൊ അങ്ങ് പറഞ്ഞു. അപ്പൊ ഇപ്പം പറഞ്ഞ അടുത്ത ട്രാൻസിൽവാനിയ എന്ന് പറഞ്ഞ റൊമാനിയയിലാണ്. അവിടെ ഒരു കോട്ടയുണ്ടോ മോളെ? ഇപ്പൊ ഓർമ്മ വന്നല്ലേ? ഇപ്പൊ ഓർമ്മ വന്നു. അപ്പൊ രണ്ടുപേർക്കും ഈ വീടാണ്. ഇപ്പൊ ഈ വീടാണ്. ഓക്കെ, അപ്പൊ അത് കമ്പനിക്ക് അടിച്ചു. അതെ, എനിക്കാണ് ആ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഉത്തരം പറയട്ടെ, എഴുതുക ചെയ്യണ്ടേ. ഫേവറേറ്റ് കളർ, ചേച്ചിയുടെ ഫേവറേറ്റ് കളർ. ഓ, ഇതെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ വന്ന് തെറ്റൂന്ന്. ചേച്ചി നല്ല കോൺഫിഡൻസില്. അതെ, ഓക്കെ ചേച്ചി ആദ്യം പറ. എന്റെ ബ്ലാക്ക് ആണ്, ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. പക്ഷെ ഇവിടെ റെഡ്, ബ്ലാക്ക്, വൈറ്റ് എല്ലാം ഇഷ്ടം. ചുവപ്പ്. റെഡ് പക്ഷെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് റെഡിലേക്ക് പോവാറുണ്ട്. റെഡ്. ഫേവറേറ്റ് കളർ ഏതാ? ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ആണ്. അപ്പൊ അമ്മയ്ക്കാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ചുമപ്പ് എഴുതി. ഓക്കെ, ചേച്ചിയുടെ ഏറ്റവും വലിയ പേടി, ബിഗ്ഗസ്റ്റ് ഫിയർ, ഇങ്ങനെ ലൈക്ക് ബിഗ്ഗസ്റ്റ് ഫിയർ എന്താ? അങ്ങനെ ഒരു ഒരെണ്ണം പറയാനില്ല. എന്നാലും ഉള്ളത് എഴുതിക്കോ, എന്താണ് അറിയാവുന്നത്. ഈ ചിലവർക്ക് പപ്പ എഴുത്. പപ്പ സ്റ്റക്കായിട്ട് തന്നെ നിക്കുവാണോ? അനങ്ങുന്നില്ല. ഓക്കെ, ചേച്ചി നോക്കല്ലേ. പപ്പ എഴുതിയോ? ഓക്കെ, ചേച്ചിക്ക് ഏറ്റവും പേടിയുള്ളത് ചേച്ചി പറ.
കൊറേ ഉണ്ട്. ഞാൻ ഏത് പറയും? ഏതെങ്കിലും ഒന്ന് കോമായിട്ട് പറഞ്ഞു നോക്കിക്കേ, ഏതെങ്കിലും ഇവർ എഴുതിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിലല്ല പേടി. ഇടയ്ക്ക് ഫ്ലൈറ്റ് കയറുന്നത് ഭയങ്കര പേടിയായിരുന്നു. ടർബുലൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ആംബുലൻസിന്റെ ഒച്ച ഭയങ്കര പേടിയാണ്. പിന്നെ ചില സമയം നമുക്ക് എനിക്ക് PCOD അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. എല്ലാത്തിലും കുറേശ്ശെ പേടിയുണ്ട്. അമ്മ എന്താ എഴുതിയേക്കുന്നേ? അസുഖങ്ങളൊക്കെ വരുമ്പോ ഭയങ്കര പേടിത്തൊണ്ടേ. അതാ ഞാൻ ഇവിടെ കറക്റ്റ്. എല്ലാത്തിലും കുറച്ച് പേടി. എല്ലാത്തിലും കുറച്ച് പറഞ്ഞ കറക്റ്റ്. ഓക്കെ, അപ്പൊ പപ്പയ്ക്കാണ് ഈ പ്രാവശ്യം സ്കോർ കിട്ടിയിരിക്കുന്നത്. എത്രയായി? അമ്മ അത് ഇവര് കൗണ്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ട്. അവര് നോക്കുന്നുണ്ട്, എല്ലാം അവര് നോക്കുന്നുണ്ട്. ഓക്കെ, ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് കാർട്ടൂൺ. ചേച്ചി കുട്ടിക്കാലത്തെ ഏറ്റവും ഡോറാബുജി. അത് അവർക്ക് അറിയത്തില്ല. എനിക്കറിയില്ല. എന്തെങ്കിലും എഴുതില്ലായിരുന്നോ? അതെ, കാർട്ടൂൺ പോലും അറിയില്ല എന്താന്ന്. അങ്ങനെയല്ല, അറിയാം, പക്ഷെ അതിലേക്കൊന്നും പോകുന്നവരില്ല എന്നുള്ള സാറ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചേച്ചേന് ഉത്തരം പറഞ്ഞു. ഇനി ഉത്തരം പറയല്ലോ കേട്ടോ. ഓക്കെ, ഇനി പറയാം. ഓക്കെ, ഹിഡൻ ടാലന്റ്. ആർക്കും അറിയാത്ത ഒരു കഴിവുണ്ട് എന്റെ മോൾക്ക്. ഹിഡൻ ടാലന്റ്, പക്ഷെ ആർക്കും അറിയത്തില്ല. അവർക്കും അറിയത്തില്ല. എനിക്ക് തന്നെ ശരിക്കും അറിയത്തില്ല. അത് ഹിഡൻ. അവിടെ ഇരിക്കട്ടെ. പപ്പയ്ക്കറിയാം, പപ്പ എന്താ എഴുതുന്നുണ്ട്. ഡാഡി ഇല്ലാത്തൊക്കെ എഴുതും. ഇല്ല, അമ്മ എഴുതിക്കോ. എനിക്കൊന്നും അങ്ങനെ അതിനെ കുറിച്ച് അറിയില്ല. ആണോ? അതില്ല. ഓക്കെ, ചേച്ചി പറ, എന്തെങ്കിലും ഹിഡൻ ടാലന്റ് ഉണ്ടോ? എനിക്ക് പടം വരയ്ക്കുന്നത് കുറച്ച് ഇഷ്ടമായിരുന്നു. അതല്ലടാ മോനെ, പെട്ടെന്നൊരു പൊതുവെ ആർക്കും അറിയത്തില്ല, പക്ഷെ ചേച്ചിക്ക് ആ ടാലന്റ് ഉണ്ട്. ഒളിച്ചു വെച്ചേക്കണത്. ഒളിച്ചു വെച്ചേക്കുന്നത് പടം വര. പപ്പ എന്താ എഴുതിയേക്കണേ? ഒന്നുമില്ല, ഡാഡി വെട്ടിക്കളഞ്ഞാണ്. പറയാനറിയില്ല. ലോക തോൽവിയായി. ഇല്ല, ഞാൻ ഇതാണ് ഏറ്റവും അടിപൊളി റൗണ്ട്. മതി, കഴിഞ്ഞു. അത് കഴിഞ്ഞു. ചേച്ചി ഏറ്റവും കൂടുതൽ ഇപ്പൊ വർത്താനത്തിന്റെ കിടക്ക് ഇപ്പൊ ചിലവർക്ക് ഇങ്ങനെ എന്താ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നോക്കുന്നൊക്കെ, ഏറ്റവും കൂടുതൽ ചേച്ചി ഉപയോഗിക്കുന്ന വാക്ക് നമ്മൾ ഇങ്ങനെ പൊതുവേ നമ്മൾ ഇരിക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ചിലവർ ഒബ്വിയസ്ലി ചുമ്മാ ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ ചുമ്മാ പറയും. ഓട്ടോമാറ്റിക്കലി അവരുടെ ഓരോ സെന്റൻസിന്റെ ഒപ്പം ആ വാക്ക് ഉണ്ടാവും. ചേച്ചി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാ? ഞാൻ പറഞ്ഞ നിങ്ങൾ ചിരിച്ചു. ഇല്ല, എഴുതിയാ മതി. എന്തൊക്കെയാണോ എഴുതുന്നത്? ചേച്ചി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക്. അമ്മ കാണിക്കല്ലോ കേട്ടോ, ചേച്ചിനെ കാണിക്കരുത്. അയ്യോ, ഇത് കേട്ട എല്ലാരും ചിരിക്കും. ഒരു പിടിയില്ല. ഞാൻ എഴുതി എടി വാടി പോടി. അതിടയ്ക്ക് അമ്മേനെ എഴുതിക്കാറുണ്ട്. അതാണോ ചേച്ചി? കറക്റ്റ് ആണോ? എനിക്ക് അറിയത്തില്ല ഏതാന്നുള്ളത്. ഏതാണ് നിങ്ങൾക്ക് വല്ല എന്നെ വിളിക്കുന്ന ചോദിക്കണ്ടായിരുന്നു. ചേച്ചി അങ്ങനെ ഇവരുടെ അടുത്തൊക്കെ അങ്ങനെ യൂഷ്വലി സംസാരിക്കുന്നവരൊന്നും അല്ലാതെ പ്രത്യേക ഒരു വാക്ക് അങ്ങനെ അങ്ങനെ വരായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇവരും ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, ചേച്ചിക്ക് ഈ ഒരു സാധനം ഇല്ലാണ്ട് ജീവിക്കാനേ പറ്റത്തില്ല. ഈ ഒരു സാധനം പർട്ടിക്കുലർ, ഈ സാധനം ഇല്ലാണ്ട് ചേച്ചിക്ക് ജീവിക്കാനേ പറ്റത്തില്ല. അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ ഉണ്ടാവും. ചുറ്റിക്കുന്ന കേസാണല്ലോ ഇതൊക്കെ. വെള്ളം, അതെല്ലാം പപ്പ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. പപ്പ എഴുതുന്നുണ്ട്. ഞാനൊന്നും എഴുതുന്നില്ല. ഇല്ല, എഴുതും. ചേച്ചിക്ക് ആ ഒരു കാര്യം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതന്നെയാ, വെള്ളം എപ്പോഴും കൈവയ്ക്കാറുണ്ട്. പപ്പനെ സഹായിക്കുന്ന മോള്. ഓക്കെ, വെള്ളം അമ്മയാട്ടോ. അമ്മയ്ക്ക് ഇതും കറക്റ്റ്. അമ്മയ്ക്ക് എല്ലാം അറിയാം. അമ്മയെ കഷ്ടപ്പെടുന്നതും ജോലി ചെയ്യണതും മുഴുവൻ. അപ്പൊ അമ്മയ്ക്ക് അറിയാൻ പറ്റുമോ? അത് ഇവർ രണ്ടും മിണ്ടൂലേ? അതൊക്കെ പെട്ടും. ഓക്കെ, ചേച്ചി ഇപ്പൊ വീട്ടിലുള്ളപ്പോ ചേച്ചിയുടെ ബെഡ് ടൈം, കിടക്കാൻ പോകുന്ന ടൈം ഏകദേശം എഴുതും. ചേച്ചി മിണ്ടരുത്, ചേച്ചി മിണ്ടരുത്, പപ്പ എഴുതണം. ഏകദേശം സമയം, ഏകദേശം ഉറങ്ങണ സമയം. വീട്ടിലുള്ളപ്പോ ഞാൻ ഉറങ്ങുന്ന സമയമാണ് കൃത്യം പറയാൻ. വേണ്ട ചേച്ചി, ഏകദേശം മതി, കറക്റ്റ് ഒന്നും വേണ്ട. ഏകദേശം ചേച്ചി ചെയ്ത് വീട്ടിലൊക്കെ ഉള്ളപ്പോ ഏത് ടൈമിലായിരിക്കും കിടക്കാൻ പോകുന്നത്? ഓക്കെ, ചേച്ചി പറ. അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട്
ഇന്ന സമയം എന്ന് പറയാൻ പറ്റില്ല. കൂടുതലും ഒരു ഇപ്പം വളരെ റീസെന്റ് ആയിട്ട് ഒരു 11 മണി 11:30 എന്നുള്ള രീതിയില് 2 മണിക്കൊക്കെ ആയിരിക്കും മിക്കവാറും. ഇപ്പൊ ഈ അടുത്തായിട്ട് കുറച്ച് ഉറങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഇപ്പം ഒരു 11 അതൊക്കെ ഓക്കെ. അല്ലെങ്കിൽ 10 മണിയോ എന്താ നടക്കണേന്ന് പപ്പയ്ക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിച്ചു, ഉത്തരം പറയോ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ ചേച്ചിയുടെ ബർത്ത്ഡേ ഡേറ്റ് അതെങ്കിലും പപ്പയ്ക്ക് ഒരു മാർക്ക് കിട്ടട്ടെ. നാളും എഴുതിക്കോട്ടോ, ചേച്ചിയുടെ നാളും. ഡേറ്റ് മാത്രം എഴുതിയാ മതി, ആ നമ്പർ മാത്രം എഴുതിയാ മതി. വർഷം എഴുതി വെച്ചേക്കരുത്, കൊല്ലം. നാളും ചേച്ചിയുടെ നാളും ഞാൻ എഴുതട്ടെ? അമ്മ എഴുതണം. പപ്പയ്ക്ക് ഒരു മാർക്കെങ്കിലും മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തത്. നാളും എഴുതിയിട്ടുണ്ട്. അമ്മ നാളും എഴുതണേ. ഡേറ്റ് എഴുത്. തിരുവാതിര ഡേറ്റ് എഴുത്. കറക്റ്റ് ആയിരിക്കണം. ഡേറ്റ് പറഞ്ഞോ? അമ്മയോ മോള് ചക്കര സെപ്റ്റംബർ 2. അത് എന്റെ ബർത്ത്ഡേയാ. എനിക്ക് എന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ട്. സെപ്റ്റംബർ 5. അത് ടീച്ചേഴ്സ് ഡേ അല്ലേ? അന്നാണ്. ഓ, ചെറുതായിട്ടൊന്ന് മറന്നുപോയി. ഓക്കേ, റൗണ്ട് ലോക പരാജയമായി കേട്ടോ. ഇല്ല, ഡേറ്റ് വരെ മറന്നുപോയി. ഓക്കെ, പപ്പ അത് സ്പീഡിൽ എഴുതിയിട്ടുണ്ട്. സെപ്റ്റംബർ 5. നാളെ ഏതാ? തിരുവാതിരയല്ലേ ആന്റി എഴുതിയേക്കുന്നത്? ഓക്കെ, അത് രണ്ടുപേരുടെയും കറക്റ്റ് ആണ്. അപ്പൊ തിരിച്ചു കൊടുത്തേക്കട്ടെ? തിരിച്ചു കൊടുത്തോ. പപ്പയ്ക്കാണെങ്കിൽ ടെൻഷൻ ആയിരുന്നു എക്സാമിനുള്ളിലും. അങ്ങനെയൊന്നും ഇല്ലെന്ന് ഡാഡിയും അങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ ഇത്രയും നേരം ആന്റി അങ്കിളും ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കിട്ടു, ചെറിയൊരു ഗെയിം ഒക്കെ കളിച്ചു അല്ലെ? ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഗെയിമില്? ഇല്ല മോളെ, പക്ഷെ അങ്കിളാണ് തോറ്റു പോയത് ഈ ഗെയിമിൽ, ആന്റിയാണ് ജയിച്ചത്. അത് കുഴപ്പമില്ല, അത് എപ്പോഴും തോക്കുന്നല്ല. അതുകൊണ്ട് പിന്നെ അല്ല, ഞാൻ തോപ്പിക്ക് ഇവരെ രണ്ടെണ്ണത്തിന്. ഞാനിവിടെ രാജ്ഞി, അവിടെ വിട്ട് ആരുമില്ല. രണ്ടെണ്ണത്തിന് ഇവര് രണ്ടും ഒറ്റ കൈയാണ്. അതുകൊണ്ട് ഞാൻ ഇവരെ നേരെ ഇടഞ്ഞു നിൽക്കും എപ്പോഴും. അപ്പൊ ആന്റി രാജ്ഞിയായിട്ട് നിൽക്കും. അപ്പൊ ഇവര് രണ്ടുപേരോ? അവരെങ്ങനെയാ നിന്നത്? അതിന് അവര് രണ്ടും എപ്പോഴും ഒരുപോലെയാടാ, ഒരേ രീതിയാ. അങ്ങനെ എങ്ങനെയാവുന്ന എനിക്ക് എങ്ങനെയാന്ന് നമുക്കറിയാൻ പറ്റില്ല. എപ്പോഴും അതെ. ഓക്കെ, അങ്കിൾ എപ്പോഴെങ്കിലും ആന്റിയുടെ സൈഡ് നിന്നിട്ടുണ്ടോ ചേച്ചിനെ വിട്ട്? ഇല്ല. അതാണ് മോളോടുള്ള സ്നേഹം. ഒരിക്കലും ഉണ്ടാവില്ല. ഇനി ഉണ്ടായാലോ ഫ്യൂച്ചറിൽ? ഇല്ലില്ല, കോൺഫിഡൻസ് ഇല്ല. ഡാഡി അങ്ങനെയുള്ള ആളല്ല. ആണോ? ഡാഡിക്ക് അവളുടെ ലോകമാണ് ഡാഡിയുടെ ലോകം. ഒറ്റ മോളല്ലേ? അതിന്റെ ഒന്നും അല്ല. ഡാഡിക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. എന്നാ കുഴപ്പമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അയ്യോ, അങ്കിൾ രണ്ടു വാക്കും കൂടെ പറഞ്ഞിട്ട് ചുമ്മാ അല്ലല്ല മോനെ, ഞാൻ ഒരു കുഞ്ഞിക്കാര്യം പറഞ്ഞു തരാം. നേരത്തെ ചെറുതിലെ ഒരു 7-ല് 6-ലോ 5-ലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇവർക്ക് അപ്പൻഡിക്സിന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നേ. അപ്പം ഡാഡിക്കൊന്നും BP ഒന്നും ഇല്ല. അപ്പം ഡാഡി കുറച്ചുകൂടെ ഒത്തിരി ചെറുപ്പമാണല്ലോ. അപ്പം ഡാഡി ഞാൻ നോക്കിയപ്പം പെട്ടെന്ന് BP-യുടെ ടാബ്ലറ്റ്സ് ഒക്കെ പോക്കറ്റിലിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുക. എന്നാന്ന് ചോദിച്ചപ്പം മോടെ മേത്ത് കത്തി വെക്കൂല്ലേ. എനിക്ക് ഒരു പ്രശ്നമില്ല. എന്നാന്ന് വെച്ചാൽ ദൈവം നമുക്ക് എങ്ങനെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ കുഞ്ഞ് അതൊക്കെ ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യം. നമ്മളതിനെന്തിനാ അന്തം കത്തി ഇല്ലാത്ത മരുന്നും വാങ്ങി കൈ വെച്ചേക്കുക. എന്നുവെച്ചാൽ ആ വിഷമം ഉണ്ടായിട്ട് അടിക്ക്. അതാണ് അങ്ങനെ ടാബ്ലറ്റ്സ് വാങ്ങിയത്. അത്രയും ആ സമയം നമുക്ക് അങ്ങനെ അപ്പൻഡിക്സ് അല്ലെ നിസാര അങ്ങനെ വലിയതായിട്ട് നമ്മൾ എടുക്കുന്നില്ലല്ലോ. ഡാഡി അത്ര ഇതാ. സമാധാനമായല്ലോ. അതെ, സമാധാനമായി. അതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ ലോകം എന്നാന്ന് നമുക്കാർക്കും അറിയത്തില്ല, സാധാരണക്കാർക്കും അറിയത്തില്ല. എന്നുവെച്ചാൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവൂല. ഇവര് പറയുന്നതും അങ്ങനെ തന്നെ, ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാവൂല, പറയുന്നതും നമുക്ക് മനസ്സിലാവില്ല. കോഡ് ഭാഷയുണ്ട്. കോഡല്ല, ഇവര് നമ്മളോടിപ്പം ഇവിടെ ഒരു പരിപാടി ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമോ അല്ല എന്തെങ്കിലും സിനിമയോ നമ്മൾ ഓരോ കാര്യം ചോദിക്കുമ്പോ ഇവള് പറയുന്ന പരസ്പര വിരുദ്ധമാ. നമ്മൾ ഇവള് പറയുന്നത് കേട്ട് വേറെന്തെങ്കിലും ചെയ്യാൻ പോയാൽ നടക്കില്ല. ഈ പുള്ളി പറയുന്ന വേറെയാ. അത് തമാശല്ല ഞാൻ പറഞ്ഞ, കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെയാണ്, നോർമൽ അല്ല പറയുന്ന കാര്യങ്ങള്. എന്ന് വെച്ചാ നമ്മളിപ്പൊ അത് അങ്ങനെയാണെന്ന് ചോദിക്കും, അവൾ അന്നേരം പറയും അങ്ങനെയാന്ന്. കഴിയും പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. അതെ, അതായത് ആ ജോലിയിലാണ് പുള്ളിയുടെ ശ്രദ്ധ. അപ്പൊ നമ്മള്
ഞാനിവിടെ പറയുന്ന കേട്ടോ ഓരോന്നും അല്ല, ആ ഒരു പ്രശ്നം എനിക്ക് അതങ്ങനെയാ മോളെ. ഭയങ്കര സ്ഥിരത. അപ്പൊ ഒരു ജോലി തിരക്കും ഇല്ലെങ്കിലും ഡാഡി ഇത് തന്നെയാ, സിനിമയുടെ എല്ലാ ഡാഡി ഈ കാര്യങ്ങളിലും വീട്ടില്. അപ്പൊ രണ്ടുപേരും സിനിമയുടെ എല്ലാ കാര്യങ്ങളും പുള്ളി വളരെ ശ്രദ്ധിച്ചാ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഒരു നല്ല അറിവുണ്ട് പുള്ളിക്ക്. അല്ല അതുകൊണ്ട് മറ്റുള്ള അപ്പൊ കാര്യങ്ങൾ അതുകൊണ്ട് ആ മലയാളത്തിൽ സമയത്ത് പറയുമ്പോ നമ്മൾ പറയുന്നൊന്നും പുള്ളിക്കാരത്തെ അറിയില്ല, സത്യം ആ ശ്രദ്ധിക്കുക. ഒരു തിരക്കിലായിരിക്കും നിൽക്കുമ്പത്തേനും. പപ്പ അങ്ങനെ തന്നെയാന്നാണല്ലോ ആന്റി ഓ പറയുന്നത്. അതൊക്കെ ചുമ്മാ അല്ല ശരിയാ തിരക്കൊണ്ടല്ലോ ഇല്ല, രണ്ടുപേരും സെയിം. ഒരു സിനിമാ കഥയില്ല. ഒരു സിനിമ കഥയില്ല. രണ്ടുപേരും ഇവര് രണ്ടുപേരും മതിയല്ലേ ഈ വീട്ടില് ഒരു ഒച്ചപ്പാടും ബഹളവും ഒച്ചപ്പാടിന് ഞാൻ വേണം കേട്ടോ, കേൾക്കുന്നത്. ഒച്ചപ്പാടിന് ഞാൻ വേണം. വേണം. പപ്പ എന്തായിരുന്നാലും ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടല്ലോ ഇവിടെ എല്ലാം അടിപൊളി. ഞാൻ ഇപ്പൊ നിങ്ങൾ വന്നപ്പോ അങ്ങ് പതുങ്ങിയേ ഉള്ളൂ, നിങ്ങൾ പോയി കഴിയപ്പോ കഴിയുമ്പത്തിന് വേണം ആന്റിക്കൊന്ന് ലൈറ്റ് സൗണ്ട് ഒക്കെ എത്തിക്കാൻ. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ചേച്ചിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറയാനുള്ളത് ഈ ഒരു ക്രിസ്മസ് ദിനത്തില്? എല്ലാവർക്കും നല്ലൊരു വരുന്നു, ക്രിസ്മസ് ദിനം, പുതുവത്സരം വരുന്നു. ഏറ്റവും നല്ലത്. എല്ലാവർക്കും നിങ്ങളുടെ മറ്റേ കസ്റ്റമേഴ്സിനും അതുകൂടാണ്ട് എല്ലാ മലയാളികൾക്കും പ്രത്യേകം ഞങ്ങൾ ആശംസകൾ അറിയിക്കും. ഏറ്റവും നല്ലൊരു ക്രിസ്മസ് ദിനം ആവട്ടെ, ഏറ്റവും നല്ല സ്നേഹത്തിലും നല്ല രീതിയിൽ എല്ലാം നല്ലതായിട്ട് വരട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് റേച്ചൽ മൂവിനെ പറ്റിയാണ്. അപ്പൊ ചേച്ചി ഒരു ഇറച്ചി കിട്ട അല്ല, ഒരു ഡിഫറെന്റ് റോ ലുക്ക് ആയിട്ടാണ് ചേച്ചി വരുന്നത്. അപ്പൊ ഈ സ്റ്റോറി ആദ്യം ചേച്ചിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്തപ്പോ തന്നെ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ആയോ, അതൊന്നും ആലോചിച്ചിട്ടൊക്കെയാണോ എടുത്തത്? ഇല്ല, കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം അത്രയും നമുക്ക് ചെയ്യാനുള്ള ഒരു കഥാപാത്രമാണ്. അങ്ങനെ അതും മാത്രമല്ല, നമ്മൾ ഇതുവരെയും ചെയ്തതിൽ നിന്നും ഏറ്റവും ശക്തമായ ഒരു കഥാപാത്രമാണ്. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിന്റെ ഒരു ബിഗിനിങ് തൊട്ട് എനിക്ക് തോന്നുന്നു ഇതൊരു ഷോർട്ട് സ്റ്റോറി എന്നുള്ള രീതിയിലായിരുന്നു അതിന്റെ ഇതൊരു തുടക്കം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സ്ക്രിപ്റ്റിംഗ് ആയി ആ ഒരു ബിഗിനിങ് തൊട്ട് അതിന്റെ ഈ ഒരു അവസ്ഥ വരെയും ഞാനും അതിന്റെ ഒരു ഭാഗമാണ്. അതെ, അപ്പൊ അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം വരുന്ന ഈ ജനറേഷൻ ടൈറ്റിൽ ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ചേച്ചിയാണ് റേച്ചൽ എന്ന് ഞങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്ന ഒരു ലൈക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റേച്ചലിനെയാണ് ഇനി ഞങ്ങൾക്ക് ജനുവരി ഫെബ്രുവരിയിൽ കാണാൻ പറ്റുന്നത് അല്ലേ? അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആൾക്കാരൊക്കെ ഇപ്പൊ ഓഡിയൻസ് ഒക്കെ ആണെന്ന് വെച്ചാലും ഭയങ്കരമായിട്ട് അവര് നല്ലതാണെങ്കിൽ മാത്രമേ നല്ലതെന്ന് പറയുള്ളൂ. അങ്ങനെ ഇപ്പൊ ഒരു കാറ്റഗറിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ റിവ്യൂ ഇപ്പൊ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മളെ മൂവി റിലീസ് ആയിട്ടുണ്ടെങ്കിൽ കൊള്ളില്ല എന്ന് പറയാനുള്ള ഫ്രീഡം അവർക്കുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര ഡീഗ്രേഡിങ്ങും അല്ലെങ്കിൽ നല്ല പടങ്ങൾ ചിലതൊക്കെ താഴ്ന്നു പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ എങ്ങനെയാണ് ചേച്ചി നോക്കി കാണുന്നത്? ഇതെല്ലാം ഓരോ ആളുകളുടെ അഭിപ്രായമാണ്. നമുക്കിപ്പോൾ ചില സിനിമകൾ മോശം റിവ്യൂ കിട്ടിയ സിനിമകൾ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഓരോ ആളുകളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കനുസരിച്ചിരിക്കും നമുക്ക് എന്ത് ഇഷ്ടപ്പെടുമില്ല എന്നുള്ളത്. സിനിമയും അങ്ങനെ തന്നെയാണ്. ഇപ്പം ചിലർ ഭയങ്കര ഹൈപ്പില് ഭയങ്കര നല്ല മൂവി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടണം. അതൊക്കെ ഭയങ്കര എന്താ പറയാ, എല്ലാം അങ്ങനെയല്ലേ, വ്യക്തി അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് സിനിമ പോയി തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്. കണ്ട് നമ്മൾ തന്നെ നമുക്ക് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. റേച്ചൽ നമ്മൾ എങ്ങനെയാണ് തിയേറ്ററിൽ പോയി കാണേണ്ടത്? ഒരു റേച്ചൽ എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ കഥയാണോ പറയുന്നത്? അത് ഒരുപാട് അതിൽ മിക്സ്ഡ് ഇമോഷൻസ് ഒക്കെ കടന്നു പോകുന്നുണ്ടോ? ഡെഫിനറ്റ്ലി മിക്സ്ഡ് ഇമോഷൻസ് ഉണ്ട്. റേച്ചൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു എന്താ പറയാ, അവരുടെ ഒരു ലൈഫ്, അവരുടെ ഒരു ജേണിയാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം അതും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന നിമിഷങ്ങളുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഉള്ളിൽ തോന്നുന്ന കുറെ നിമിഷങ്ങൾ ആ മൂവിയിലുണ്ട്. അതേപോലെ തന്നെ വിഷ്വലിയൊക്കെ ആയാലും ഭയങ്കര രസമായിട്ടാണ്. അതെ, ജനുവരി ഫെബ്രുവരി ഇനിയും ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കണം അല്ലേ? ഇനി 2 months കൂടെ അല്ലെ? നിയർലി 2 months കൂടെ ഉണ്ട്. ഇനി റേച്ചൽ അല്ലാണ്ട് ഇനി ഏതൊക്കെ പ്രൊജക്ട്സ് ആണ് ചേച്ചിയുടെ വരാനുള്ളത്? നെക്സ്റ്റ് മേ ബി ഒരു തമിഴ് മൂവി ആയിരിക്കും. അതിന്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ കേട്ട് ഭയങ്കര ഇഷ്ടമായി. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയും ഒരു കഥാപാത്രവും ഒക്കെയാണ്. ചേച്ചി ക്യാരക്ടേഴ്സിനാണ് ഇപ്പം നായികയ്ക്കുപരി ക്യാരക്ടർ റോള് ചെയ്യാനാണോ, ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് നോക്കിയാണോ ഇപ്പൊ ഇനി ചേച്ചി ചൂസ് ചെയ്യുന്നത്? അതോ ടൈറ്റിൽ ക്യാരക്ടേഴ്സ് അങ്ങനെയാണോ? ടൈറ്റിൽ ക്യാരക്ടേഴ്സ് എന്നുള്ളതില്ല, നമുക്ക് പെർഫോം ചെയ്യാനും നമുക്ക് ഇഷ്ടവും തോന്നണം. എല്ലാം അങ്ങനെയാണല്ലോ. ചിലപ്പം എല്ലാ നമുക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എനിക്ക് ചിലപ്പം അത്
ഞാൻ ചെയ്താൽ ശരിയാവും എന്നുള്ള ഒരു സാധനം വരണം എന്നില്ല. ഓക്കെ. അപ്പൊ അത് നമുക്ക് ഇഷ്ടം തോന്നുന്ന നല്ല സിനിമകളുടെ ഭാഗമാവണം. ഇപ്പൊ തമിഴിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പം തെലുങ്കുവിലും നല്ല അടിപൊളി ഹിറ്റ് മൂവി ചെയ്തു അല്ലെ, ബാലയൊപ്പം നല്ലൊരു മൂവി ആക്ട് ചെയ്തു. അതിന്റെ എന്താ ഡാൻസ് കളിച്ചപ്പോ കാലേ ചവിട്ടിന്നു. അദ്ദേഹത്തിന്റെ ഒരു എനർജി ലെവല് ഭീകരാണ്. നമ്മള് എന്താ പറയാ, നമ്മള് ഡാൻസ് ആയാലും ഫൈറ്റ് ആയാലും ഒക്കെ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആള് കുറച്ച് കഷ്ടപ്പെടും അതുമായിട്ടൊന്ന് ടാലി ചെയ്ത് പോകാനായിട്ട്. അത്ര മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു തെലുങ്ക് മൂവി. അതില് ഡെഫിനറ്റ്ലി തെലുങ്ക് ഓഡിയൻസിന്റെ ഒരു എന്താ പറയാ, ഒരു സിനിമയെ കാണുന്ന രീതി ടോട്ടലി ഡിഫറെന്റ് ആണ്. അവർക്ക് ഭയങ്കര ഒരു ഭ്രാന്ത് പോലെയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അവര് സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് അത്ര ഇഷ്ടമാണ് അവർക്ക്. അപ്പൊ അതൊക്കെ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ആ ഒരു മൂവിയിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു എന്താ പറയാ, ഒരു ബ്ലെസ്സിങ്. കാരണം അവിടെ ഒരു പ്രേക്ഷകർ അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ചേച്ചി അവിടെ ഇനാഗ്രേഷന് പോയല്ലേ. അവിടെ രണ്ട് വാക്കുകൾ തമ്മിൽ എന്തോ മാറിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. പക്ഷെ ഇത് ഒരു ഷോപ്പിന്റെ ഇനോഗ്രേഷൻ, എനിക്ക് തോന്നുന്നു ജ്വല്ലറിയോ ടെക്സ്റ്റൈൽസോ അങ്ങനെ എന്തോ ആണ്. അപ്പം അധികമായിട്ട് വില കുറവാണെന്ന് പറയാൻ വേണ്ടിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഭയങ്കര അധികമാണ് വില. എക്കുവ തക്കുവ അങ്ങനെ ഒരു രണ്ട് വേർഡാണ്. ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അപ്പൊ തന്നെ അവര് അടുത്ത് ഓണർ നിക്കല്ലേ, പക്ഷെ പെട്ടെന്ന് തന്നെ അവർക്കറിയാം നമ്മൾ ആ ലാംഗ്വേജ് നേറ്റീവ് സ്പീക്കർ അല്ലാന്ന് അവർക്കറിയാം. ഇപ്പൊ ചേച്ചി തെലുങ്ക് മനസ്സിലാവോ? ഇപ്പൊ അവിടുത്തെ ചില തെലുങ്ക് വേർഡ്സ് ഒക്കെ കേൾക്കുമ്പോ മലയാളത്തിൽ ചില കോമഡി വേർഡ്സ് ഒക്കെ പോലെ തോന്നുന്നു, അല്ലെങ്കിൽ വേറെ അർത്ഥങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഡയലോഗ് പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ തമാശയായിട്ട് പറയുന്ന വാക്കുകളായിരിക്കും അവിടെ ഭയങ്കര ഇമോഷണലി ഒക്കെ നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരിക. അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഉണ്ട്. രണ്ടെണ്ണം ഓർത്തെടുക്കാം, പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. അത് ഒത്തിരി ഉണ്ട് അങ്ങനെ. അപ്പൊ അത് ഞാൻ പറയാറുണ്ട്, ഇതിന്റെ മീനിങ് അവിടെ അങ്ങനെയാണ് എന്നൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ നമുക്ക് അതിന്റെ ഈ മലയാളം അങ്ങനെ അർത്ഥം വരുമ്പോഴത്തേനും ഇമോഷണലൊക്കെ പിടിക്കാൻ കുറച്ച് പാടായിരുന്നോ ചേച്ചിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ ഈ വേർഡ്സ് ഒക്കെ കേൾക്കുമ്പോൾ? ഞാൻ ഈ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് മുമ്പ് ഹോൾ സ്ക്രിപ്റ്റ് എന്റെ ഡയലോഗ് വേർഷൻസ് ഒക്കെ ഞാൻ വാങ്ങിച്ചിരുന്നു. എന്നിട്ട് അത് പഠിച്ച് നന്നായിട്ടിരുന്ന് എഴുതി പഠിച്ചിട്ട് തന്നെയാണ് പോയത്. പക്ഷെ ചിലപ്പോൾ ഓൺ ദ സ്പോട്ട് ഡയലോഗ്സിനൊക്കെ ചേഞ്ചസ് വരുത്തും. അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റും. പക്ഷെ എന്നാലും നമുക്കതൊരു പ്രോംപ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഞാൻ ഡയലോഗ്സ് പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നം ഇല്ലായിരുന്നു. ഡയലോഗ്സിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഇനാഗ്രേഷൻ സ്റ്റാർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മളെല്ലാം മലയാളികളായിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. ഇപ്പൊ സിനിമയിൽ ആ ഒരു വിശ്വാസമുണ്ട്. തുടർച്ചയായിട്ട് 2 പടം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ നായികനെ ഭാഗ്യ നായിക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ വെക്കും അല്ലെ. അപ്പൊ അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ ഒരു സ്ഥാപനം ഇനാഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഒരു ഐശ്വര്യവും കൂടെയാണ് അല്ലെ. ആദ്യമായിട്ട് റിബൺ കട്ട് ചെയ്യുക, തിരി കൊളുത്തുക. അപ്പം ചേച്ചിനെ ഇപ്പൊ ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇനാഗ്രേഷൻ ചെയ്തേക്കുന്ന ഒരു വ്യക്തി ചേച്ചിയായിരിക്കും. അപ്പം ആ ഒരു ബ്ലെസ്സിങ് എന്തായാലും ഉണ്ടാവും അല്ലെ. അത് എപ്പോഴും നമ്മൾ മലയാളികൾ വിശ്വസിക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു ഇനാഗ്രേഷനിൽ ഇത്രയും പേര് ചേച്ചിനെ വിളിക്കുന്നു, ഇത്രയും സ്നേഹം കാണിക്കുന്നു. ഇപ്പം ഒന്ന് ചെയ്തവര് തന്നെ അടുത്ത സ്ഥാപനവും ചെയ്യുമ്പോഴൊന്നും ചേച്ചിനെ തന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ ഇൻ യു എന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ഇവര് വിളിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പം അസോസിയേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ വന്ന സമയത്ത് തൊട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പൊ അത് ചിലപ്പോ ഒരു 100-120 മേളിലൊക്കെ അയക്കുന്ന സ്ഥാപനങ്ങളാണ്. അതിലൊരു 10-30-40 ഞാൻ തന്നെ ആയിരിക്കും ചെയ്തേക്കുന്നത്. അതൊക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പം ഞാൻ തന്നെ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും നല്ല ആള് അല്ലെ, ഏറ്റവും ഐശ്വര്യമുള്ള ഒരു നല്ല ആള് തന്നെ വേണം എന്ന് അവർ ചിന്തിക്കും. അത് സ്വാഭാവികമാണ് അതിന്റെ. അപ്പൊ അതിലൊരു ഭാഗമാവാൻ അവർ എന്റെ പേരും എടുക്കുന്നുവെങ്കിൽ അതൊരു വലിയൊരു അംഗീകാരം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മളിപ്പം ഈ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ഇതിന്റെ ഓണേഴ്സിനെയും ഒക്കെ കാണാറുണ്ട്. അവിടെ എവിടെയൊക്കെ വെച്ചിട്ട് എയർപോർട്ടിലൊക്കെ വെച്ചിട്ട് അവർ പറയും ഭയങ്കര നന്നായി പോകുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നവര് സംസാരിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ
പ്രത്യേകം സന്തോഷം നൽകുന്ന കാര്യമാണ്. അതെ. ഇനോഗ്രേഷൻ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വൈബ്, അതെ. ആളുകളെ കാണുകയും സംസാരിക്കുകയും അവര് നമ്മളെ കാണാൻ അത്ര ആൾക്കാർ പിന്നെ അതൊരു ചെറിയ കാര്യമല്ല. അവരവരുടെ ഏറ്റവും വിലപ്പെട്ട സമയം സ്പെൻഡ് ചെയ്തിട്ട് വരികയാണ് അവിടെ. അതെ അതെ അപ്പൊ അതൊക്കെ അത് നേരിട്ട് അനുഭവിക്കാന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതെ. ഈ ഒരു ഇയർ എടുത്ത് ഓൾമോസ്റ്റ് എത്ര ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ടാവും ചേച്ചി? ഒരു റഫ് കൗണ്ട് പറയുകയാണെങ്കിൽ. അറിയില്ല, അങ്ങനെ നോക്കിയിട്ടില്ല. നോക്കിയിട്ടില്ല. ഒരു 100 എബോ എന്തായാലും പോയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി കാണുമായിരിക്കാം. കഴിഞ്ഞ 2005 തൊട്ടിട്ട് ഓക്കെ. ഇനോഗ്രൽ ഫംഗ്ഷൻസ് ഒക്കെ സിനിമ ബോയ് ഫ്രണ്ട് കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ഒരു വർഷമായെന്ന് തോന്നുന്നല്ലേ ഏറ്റവും കൂടുതൽ ഇനാഗ്രേഷൻ ചെയ്ത ഇയർ വെച്ച് നോക്കുമ്പോൾ 2024 ആണോ? അല്ല, പല വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. Yes, ഇതിനൊക്കെ മുമ്പ് ഒക്കെ നമ്മുടെ ഓരോ മൂവിക്ക് അനുസരിച്ചിട്ടൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞൊക്കെ വരാറുണ്ട്. പല വർഷങ്ങളിലും വരാറുണ്ട്. ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയാലും അവിടെ അത് ക്യാപ്ചർ ചെയ്യാൻ ആളുകൾ ഉണ്ടാവും. കുറച്ചും കൂടി ആളുകളിലേക്ക് അറിയുന്നതൊക്കെ ഇപ്പോഴാണെന്നേ ഉള്ളൂ. അതെ അതെ. ഇപ്പൊ ഈ സ്വർണ്ണം ജുവലറി ഇനാഗ്രേറ്റ് ചെയ്ത സ്വർണം കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ അല്ലയോ? സ്വർണം കിട്ടിയിട്ടുണ്ട്? അപ്പൊ സത്യമല്ല അല്ലേ? സ്വർണ്ണം അറിയില്ല, ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഗിഫ്റ്റ് തരേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. ചേച്ചി ഫ്ലാറ്റിന്റെ ഇതൊക്കെ അപ്ഡേഷൻസ് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോ ഇങ്ങനെ കുറച്ച് പേരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇനാഗ്രേഷൻ ചെയ്ത കാശ് കൊണ്ട് മേടിച്ച ഫ്ലാറ്റ് ആണ് അങ്ങനെയൊക്കെ ഇങ്ങനെ 1-2 കമന്റ്സ് ഒക്കെ കണ്ടു. അപ്പൊ അത് ചേച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, ഞാൻ ആളുകൾ പലതും പറയൂല, നമുക്ക് അതിലേക്ക് ഞാൻ അങ്ങനെ ഒത്തിരി ശ്രദ്ധിക്കാറില്ല. നമ്മൾ വർക്ക് ചെയ്തതിന്റെ സിനിമകൾ ചെയ്തതിന്റെ ഒക്കെ ഡെഫിനറ്റ്ലി എമൗണ്ട് ഉണ്ട്, പിന്നെ ലോൺ ഉണ്ട്. അതെ. ഓക്കെ. അപ്പം ക്രിസ്മസിന്റെ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചിയുടെ പുതിയ വിശേഷം ഇനി റേച്ചൽ തൊട്ടുപുറകെ തമിഴ് മൂവി ഉണ്ട്. അപ്പം കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പങ്കിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. പാവട്ടെ ഒരുപാട് നേരം എൻ്റെ അടുത്ത് സഹകരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പപ്പയും മമ്മിയും എല്ലാവരും ആയിക്കോട്ടെ, എന്ത് പറഞ്ഞാലും ഇവര് എന്താ ഒരു ടീം സ്പിരിറ്റോടെ ആയിരുന്നു എടുത്തിരുന്നത്. അതിന് വളരെയധികം നന്ദിയുണ്ട്. ചേച്ചിക്ക് ഇനിയുള്ള വർഷം നല്ലൊരു വർഷമാകട്ടെ. താങ്ക് യു ചേച്ചി. ലാസ്റ്റ് ഇപ്പൊ ക്രിസ്മസ് എപ്പിസോഡൊക്കെ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ആഘോഷം എപ്പിസോഡല്ല, ആഘോഷം വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ചേച്ചി 10 വർഷമായിട്ട് ആരെയോ കാത്തിരിക്കുന്നുണ്ടോ? ഞാനോ? യെസ്, 10 വർഷമല്ല, ഒരു 20 വർഷമായിട്ട് കാത്തിരിക്കുന്നുണ്ട് നല്ല സിനിമകൾ. സിനിമ അല്ലാണ്ട് ഇല്ല. ഓക്കെ. പക്ഷെ ചിരിയിലും ബ്ലഷിങ്ങിലും എന്തൊക്കെയോ കാത്തിരിക്കുന്നില്ല. ഓക്കെ. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. അല്ല, ഉണ്ടോവര് വരട്ടെ, എത്രയും പെട്ടെന്ന് വരട്ടെ. ഓക്കെ. ഭാഗ്യം ചേച്ചി തല്ലിയില്ലേ? ഓക്കെ. അപ്പൊ ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചി.